ഹലോ, വെൽക്കം ടു അവർ അനദർ വ്ലോഗ്. സോ ഇന്നൊരു സാറ്റർഡേ ആണ്. സോ നമ്മൾ സാറ്റർഡേ ആയതുകൊണ്ട് നമ്മൾ യൂഷ്വലി ഷിഫാത്തിന് ഓഫീസ് ഓഫാണ് സാറ്റർഡേയും സൺഡേയും. അപ്പം നമ്മൾ സാറ്റർഡേ എന്തായാലും ഒരു ഈവനിങ് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഇന്ന്. ആക്ച്വലി ഒരു 5 മണിയൊക്കെ ആയി ഇറങ്ങുമ്പോൾ. ഒരു 5 മണിക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. വേറെ ഒന്നിനല്ല, മെയിനായിട്ട് ഷിഫാദിന് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഓഫീസിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ്സ് ട്രാവലേ ഉള്ളൂ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന പ്ലേസിൽ നിന്നും ഷിഫാദിൻ്റെ ഓഫീസിലേക്ക്. എന്നുവെച്ചാൽ ജുമേരയിലാണ്. സോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പാർക്കുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്നെയും ചിയുവിനെയും ഷിഫാദ് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഓഫീസ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഒരു 2 hours വർക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൂടെ വന്നത് കേട്ടോ. ഇല്ലെങ്കിൽ വരില്ല, കാരണം ഇവിടെ ഇരുന്ന് പോസ്റ്റാവും. മെയിൻലി ഞാനാണ് പോസ്റ്റാവുക. ചിയു എന്ന് പറഞ്ഞാൽ ചിയു ഇവിടെ അവളെ ഗെയിംസും അവളുടെ റൈഡ്സിലൊക്കെ എൻജോയ് ചെയ്ത് ഹാപ്പിയായി നടക്കും. ഇവിടെ വന്ന ഈ പാർക്കിൽ വന്ന അവളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് പാർക്കാണ് അവളുടെ. അപ്പോൾ അവളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഓരോന്നിലൊക്കെ കയറി കളിച്ച് അങ്ങനെ ഓടി ഓരോരുത്തരിനെ ഇങ്ങനെ പരിചയപ്പെട്ടിട്ടൊക്കെ അവൾ അങ്ങനെ ടൈം കഴിയും. എനിക്കെന്ന് പറയുമ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വരാൻ തീരെ ഇഷ്ടമല്ല, കാരണം അവളെ പിന്നാലെ തന്നെ നടക്കണം. ഷിഫാദിൻ്റെയും കുഴപ്പമില്ല, നമുക്ക് മാറി മാറി നോക്കാമല്ലോ. പക്ഷേ ഷിഫാദില്ലാതെ വരുന്നത് എനിക്കിഷ്ടമല്ല. മോസ്റ്റ്ലി ഞങ്ങളിവിടെ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഷിഫാദിൻ്റെ കൂടെ ഷിഫാദ് നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ തിരിച്ച് കൂടെ വരും. ഇപ്പോൾ അന്ന് നമ്മൾ വരുന്ന ടൈമിൽ പരിചയപ്പെട്ടൊരു കുട്ടിയത് എന്ന് വെച്ചാൽ മലയാളി തന്നെയാണ്. സോ അവളെ നാനിയാണ് കൊണ്ടുവരിക, പാരൻസ് അല്ല, നാനിയെ കൊണ്ടുവരിക. അപ്പോൾ നമ്മളിതാ പരിചയപ്പെട്ടു. ഭയങ്കര കെയറിങ്ങാണ്, നല്ല രസമാണ് അവളോട് സംസാരിക്കാൻ. അപ്പോൾ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ട്. അവൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആ കുട്ടിയുമായിട്ട് ഭയങ്കര കളിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് 2 hours എൻ്റെ വർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ ഷിഫാദിൻ്റെ ഫ്രണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകണം വർക്കൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നമ്മൾ വീണ്ടും ഒരു മലയാളി ഫാമിലി ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ കുട്ടിയുടെ കാറൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ് അവൾ. വേറെ സമയം പോകാൻ എങ്ങനെയെങ്കിലും സമയം കളയണം എന്നുള്ള ഒരു ഇതിൽ അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അവളിങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ടും അതിൻ്റെ ഇടയിൽ കുറേ വികൃതിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ടൈമിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു വ്ളോഗായിട്ട് എടുക്കാനും ഞാൻ കരുതിയതല്ല ഈ ഒരു ഡേ. പക്ഷേ ഇവിടെ പാർക്കിൽ വന്ന് എനിക്ക് ഇരുന്ന് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന് എടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് നല്ല നൈറ്റായിട്ടുണ്ടായിരുന്നു. ഷിഫാദ് വർക്ക് കഴിഞ്ഞില്ല 2 hours ഒന്നും. ഇപ്പോൾ ഒരു 7 ഒക്കെ ആയി. 7 ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ അവിടെ പോസ്റ്റായി. അങ്ങനെ ചിയുത ആടിക്കൊണ്ടിരിക്കുകയാണ്. 7 ആയിട്ടും ആളെ കാണുന്നില്ല. ഞാൻ കോൾ ചെയ്തൊക്കെ നോക്കി. അപ്പോൾ ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് 8 ആയി. അതിൻ്റെ ഇടയിൽ ചിയു ഉറങ്ങി. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ റൂമിലൊക്കെ വന്ന് ഫ്രഷായി നമ്മൾ കരാമയ്ക്ക് പോവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഷിഫാദിൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാമെന്നും പോവാണ്. ആളുടെ നിക്കാഹാണ്. അപ്പോൾ ആളെ ഒന്ന് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ജൂണിൽ നിക്കാഹാണ്. അപ്പം ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആൾ വാ നമുക്ക് എന്നാൽ ഒന്ന് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണ് കരാമയ്ക്ക്. ചിയു അതിൻ്റെ ഇടയിൽ ഓരോന്ന് പറയുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. കാരണം കരാമയ്ക്ക് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ആയിരിക്കും. അപ്പം ഞങ്ങളതിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ ബോറടി മാറ്റാൻ വേണ്ടി നമ്മൾ പാട്ട് പാടുക, ഓരോ കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയൊക്കെ. പിന്നെ ഫൈനലി നമ്മളെല്ലാ ബ്ലോക്കും കഴിഞ്ഞ് കരാമ എത്തിയിട്ടുണ്ട്. മെയിൻലി നമ്മൾ കരാമയ്ക്കാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യാനും വരിക. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് നമുക്ക് അടുത്താണ്. എന്നുവെച്ചാൽ 5 മിനിറ്റ്സേ ഉള്ളൂ കരാമയ്ക്ക്. അപ്പം പോയിക്കൊണ്ടിരിക്കുന്നു. ഫൈനലി കാറ് പാർക്ക് ചെയ്തു. നമ്മൾ അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കുറേ എപ്പോഴും കാണാറുള്ളതാണ് ഈ ഒരു ചെടിൻ്റെയൊക്കെ ഷോപ്പ്. നമ്മൾ
നമ്മൾ ഫസ്റ്റ് കറാമയിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ഇപ്പം ഇരിക്കുന്ന പ്ലേസിലേക്ക് മാറിയത്. സോ ഇതാ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ആളെ പേര് ഇംതിയാസ് എന്നാണ്. ആളിപ്പോൾ സൂണായിട്ട് മാരീഡ് ആവും. ജൂണിൽ വയനാടാണ് ആൾ നാട്ടിൽ. നമ്മളിങ്ങനെ ഓക്കെ എന്നാൽ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. റെസ്റ്റോറൻറ്റിൽ പോയി സെറ്റായി. ചിരു ആളെ കണ്ടപ്പോൾ ആകെ അവൾക്ക് ഒരു ചമ്മലും ഒരു പേടി, എന്താ വികാരെന്ന് അവൾക്കേ പറയാൻ അറിയുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് ഓർഡർ ചെയ്തു. മെയിൻലി ഞാൻ ചിയുവിന് ഈ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് അധികം ഫുഡ് കൊടുക്കാറില്ല. അപ്പം ഞാൻ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇങ്ങനെ കയ്യിൽ വെക്കും, വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് കയ്യിൽ വെക്കും. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പുറത്തുനിന്ന് ഇത്ര ചെറുപ്പത്തിൽ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം കയ്യിലിങ്ങനെ വെക്കും, അവൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ്. പിന്നെ ഞങ്ങളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഇതാ ഇറങ്ങി പുറത്തോട്ടൊന്ന് നമുക്ക് ജസ്റ്റ് നടക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മെല്ലെ ഇറങ്ങി. അവിടെ പോയി കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് കുറച്ച് എല്ലാവരെയും ഒന്ന് അവിടെയുള്ള മെമ്മറീസും ഇവർ റൂംമേറ്റ്സ് ആയിരുന്നു. ഞാൻ നാട്ടിലുള്ള ടൈമിൽ ഇവർ റൂംമേറ്റ്സ് ആയിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ നടന്ന് മെല്ലെ ഷിഫാദിൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ താഴെ. ആൾ കറാമയിൽ തന്നെ സ്റ്റേ ചെയ്യുന്നത്. ഷിഫാദും ഫ്രണ്ടും ഞാൻ ഇവിടെ ഇല്ലാത്ത ടൈമിൽ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അവരവൻ്റെ കുറച്ച് കാര്യങ്ങളും കോമഡിയും ഒക്കെ അവർ മുമ്പുണ്ടായിരുന്ന ടൈമിലുള്ളതൊക്കെ ഡിസ്കസ് ചെയ്ത് അതൊക്കെ എടുത്ത് ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിയു അവിടെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ മൂണല്ല അത് ലൈറ്റ്സാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിൽക്കാം. സോ നമ്മൾ തിരിച്ച് ടൈമായി, നല്ല ടൈമായി, ലേറ്റായി. അപ്പോൾ തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോകാൻ നിൽക്കുക. ഒരു 11:37 ഒക്കെ ആയി ടൈം. എല്ലാവരും ടയേർഡായി, ഞാനും ടയേർഡായി, ഷിഫാദും ടയേർഡായി. സോ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ഗുഡ് നൈറ്റ്. So do watch, subscribe, like, share. Bye bye.